നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ 2 മാസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ യാദൃശ്ചികമായിട്ട് പോയതാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് ഏകദേശം സംസാരിച്ച് ഇപ്പോൾ നമ്മളിങ്ങനെ ചായ കുടിക്കാൻ നേരത്ത് യാദൃശ്ചികമായിട്ട് ഈ പണ്ടത്തെ മൊബൈലിൽ 1100 സീരീസ്, അതായത് ലൂസിഫറിൽ മോഹൻലാൽ ലാലേട്ടൻ യൂസ് ചെയ്യണ ആ ഒരു സ്മാർട്ട് ഫോൺ അല്ലാണ്ട് യൂസ് ചെയ്യണ പോലത്തെ ഒരു മൊബൈൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് ഈ ഫോൺ യൂസ് ചെയ്യുന്നത്, അച്ഛനാണോ? അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്, അല്ലല്ല, അച്ഛൻ സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്യണത്, ഫുൾ ടൈം വാട്സാപ്പും യൂട്യൂബൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോഴത്തെ കാലത്ത് ആരാണ് ഈ ഫോൺ യൂസ് ചെയ്യണത്, അച്ഛനല്ലെങ്കിൽ? അപ്പോൾ ഞെട്ടിക്കുന്ന ഒരു സംഭവം പറഞ്ഞത് വൈഫാണെന്നാണ്. അതായത് എൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ, അവരുടെ വൈഫ് എന്ന് പറയുമ്പോൾ ഏകദേശം 30, 31, 32 ആ ഒരു ഏജ് ആണ് ഉള്ളത്. ഓൾഡ് മോഡൽ ഫോൺ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, കുട്ടി അതായത് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യണം, അതായത് കുട്ടി ആ വൈഫിൻ്റെ ഫോൺ യൂസ് ചെയ്യുന്നു. അപ്പോൾ വൈഫിനെ വിളിച്ചാൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടച്ച് സ്ക്രീൻ അല്ലാത്ത ഫോൺ കൊടുത്തു വയ്ക്കുന്നത്. അപ്പോൾ ആ ഫോൺ ആകുമ്പോൾ കുട്ടികൾക്ക് വേണ്ട, ആർക്കും വേണ്ട എൻ്റെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ വിളിച്ചാൽ കിട്ടും, നേരെ മറിച്ച് ഫോൺ വിളിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ചോദിച്ചു, വാട്സാപ്പും ഫേസ്ബുക്കും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇതൊക്കെ നോക്കണ്ടേ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതൊക്കെ കുട്ടി ഉറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ കരയാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ അവരെ മൊബൈൽ അഡിക്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. കുട്ടി കരയുമ്പോഴേക്കും മൊബൈൽ എടുത്ത് കൊടുക്കുന്നു. നമുക്ക് വേറെ എന്തെങ്കിലും ജോലികളുണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ കൊടുക്കുന്നു. കുട്ടിക്ക് സൈലൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി മൊബൈൽ കൊടുക്കുന്നു. അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 1, 2 വയസ്സ് സമയത്ത് നമ്മൾ മൊബൈൽ കൊടുക്കുകയും കുട്ടികൾക്ക് മൊബൈലിലേക്കുള്ള ഇഷ്ടം കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. താരതമ്യേന അവർ 2, 3, 4, 5 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മൊബൈൽ അഡിക്റ്റഡായി മാറുകയാണ്. പിന്നീട് നമ്മൾ അവരിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, നീ ഏത് നേരം മൊബൈൽ നോക്കുകയാണല്ലോ, എന്തിനാണ് നോക്കുന്നത്, പോയി കളിക്കൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നമ്മളാണ് അവർ മൊബൈൽ അഡിക്ഷനാക്കി മാറ്റിയത്. ഈ ചെയ്യുന്നത് ശരിയാണോ? കുട്ടികൾ മിണ്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ മൊബൈൽ കൊടുക്കുന്നത് ശരിയാണോ? എനിക്ക് തോന്നുന്നത് വളരെ തെറ്റായ കാര്യമാണ്. കാരണം കുട്ടികൾക്ക് എന്തെല്ലാം കളിക്കാം, ഇൻഡോർ ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസ്. കുട്ടികളെ ഫുൾ ആക്റ്റീവാക്കിക്കൂടെ? കുട്ടികളെ നമ്മൾ മടിയന്മാരാക്കുകയാണ്. ഒരിക്കലും പിന്നീട് കുട്ടികളെ കുറ്റപ്പെടുത്തരുത്, നിങ്ങൾ ഫുൾ ടൈം മൊബൈൽ യൂസ് ചെയ്യുകയാണല്ലോ എന്ന്. ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങൾ പറയുക.